അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഉള്ളിയോ മസാലകളോ തക്കാളിയോ ബ്രെഡോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ചൂടാകുമ്പോഴത്തേക്ക് ഇതിലോട്ട് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, ഒരു 12 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആയിട്ട് കുറച്ച് കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക, അതും കൂടി മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ മസാലകളൊന്നും ഇല്ല, ഈ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇപ്പോൾ ചെമ്മീനെല്ലാം ഒന്ന് വെന്ത് വരണം, അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റിനകത്ത് തന്നെ ഇത് വെന്ത് വരുന്നതാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണ്, അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വരെ മതിയാവും. ഇനി ചുറ്റിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്കും ഈ ക്രീമൊക്കെ ചെമ്മീനിൽ നല്ലവണ്ണം ഒന്ന് പിടിക്കുന്നതാണ്. ഒന്ന് ഇളക്കിയേക്ക് കൊടുത്തിട്ട് ഒരു 2-3-4 സെക്കൻഡ് മാത്രം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഞാനിതിനെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് 1/2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. തണുപ്പതിൻ്റെ പേരിൽ ഇപ്പോൾ എണ്ണയൊന്നും വീഴുന്നില്ല. എണ്ണയെല്ലാം അലിഞ്ഞ് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂണ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ ഏത് എള്ളാണ് ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് പൊട്ടി വരണം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടണം. വളരെ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യമുള്ളത്ര ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കാൻ അനുവദിക്കുക. ശേഷം തിളന്നുകൊണ്ടിരിക്കുന്ന അതിലോട്ട് 1 സ്പൂണ് മല്ലിയില ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുക, ഇല്ല കട്ട പിടിക്കും. ഇതേപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി വറ്റി വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് കട്ടയാവുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പാനിൽ നിന്ന് വിട്ട് വന്നിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോക്കെ ആവുന്നില്ല, അതുവരെ നമുക്ക് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലവണ്ണം ഇത് ഉറച്ചിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കണം. ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാറുമ്പോഴത്തേക്കും നമുക്കൊരു നാരങ്ങയുടെക്കാളും കുറച്ച് വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് ഇത് മാറ്റാം. ഇതേപോലെ മാറ്റിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ ചൂട് കുറച്ച് പോകട്ടെ, നല്ല ചൂടുണ്ട്. എടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. പുറത്ത് വരാത്ത വിധത്തിൽ വേണം കവർ ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ബന്നിൻ്റെയൊക്കെ ഷേപ്പ് ഉണ്ടാകുന്നില്ല, അതേപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. കൂടുതൽ പറയുന്നത് ഇതെല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ അറിയുമല്ലോ, എങ്കിലും ആരെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നത്. എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു ബൺ ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുത്തത്. അടിയിൽ ഫ്ലാറ്റും മുകളിലൊരു ബന്നിൻ്റെ ഷേപ്പായിട്ടുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇളം ചൂടോടെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതവിടെ ഇരിക്കട്ടെ. ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായതിന് ശേഷം നമുക്ക് ഇതോരോന്ന് നീട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ മറ്റ് ഈസി റെസിപ്പികൾക്കായിട്ട് ചാനൽ വന്ന് വിസിറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.